അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ വളർച്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറയാതെയും ഏറാതെയും എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചിട്ടുള്ളത്. ചില നാടുകളിൽ, ചില വീടുകളിൽ, ചില കുടുംബങ്ങളിൽ കാണാം കുറച്ചാൾക്കാർക്ക് ദീന് കുറവ്, ചിലർക്ക് വളരെ കൂടുതൽ, കുറച്ച്. ഏറാതെയും കുറയാതെയും ആകണം. തീവ്രതയുമില്ല, ജീർണതയും ഇല്ല എന്ന് പറയാം. കടുപ്പം കൂടിയാൽ വലൻ യുശാദ്ദ ഹാദ ദീന റജുലുൻ ഇല്ലാ ഗലബഹു. ആര് ഈ മതത്തെ കട്ടിക്കൂട്ടിയോ അത് അവസാനം അവനെ തോൽപ്പിച്ച് കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തോൽക്കരുത്, ജയിക്കാനാണ് നിയോഗം. തോൽവിയുടെയും ജയത്തിൻ്റെയും അടിസ്ഥാനം പരലോകമാണ്. ഇവിടെ എത്ര ആളെ കിട്ടി നൂഹ് അലൈഹിസ്സലാമിന് എന്നത് പരാജയമല്ല, പണിയെടുത്തിട്ടുണ്ട്. ലൈലം വനഹാറ, രാപ്പകൽ. അലൻതുലഹും വാസ്റർത്തുലഹും, രഹസ്യമായും പരസ്യമായും, മുന്നിലും പിന്നിലും, വലത്തും ഇടത്തും ഒക്കെ ചെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തോൽക്കാനുള്ളവരല്ല, തോറ്റ്. ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും തോറ്റ്. അത് തൽക്കാലം പറയുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ തോൽക്കലാകരുത്. കാരണം നമ്മുടെ ഭാഗത്ത് സത്യമാണ്, നമ്മുടെ ഭാഗത്ത് സത്യമാണ്. സത്യം തോൽക്കാൻ പാടില്ല. സംസാരത്തിൽ ചിലരൊക്കെ അങ്ങനെ പറയും, ശരി തോറ്റ്, അതില്ല. സമ്മതിച്ച്, അതില്ല. അവരുടെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറാതെയും കുറയാതെയും ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ അമിതത്വം കാണിക്കരുത്. ഗൈറൽ ഹഖി, സത്യമല്ലാതെ. അപ്പോൾ ഹലക്കൽ മുതനത്തിഊൻ, തീവ്രവാദികൾ തൊലയട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അധിക എന്ന് ചിലരെക്കുറിച്ച് പറയും. അത് അധികമാണോ അല്ലേ എന്ന് നോക്കണം. ഉള്ളതുപോലെ പറഞ്ഞാൽ അത് അധികമല്ല. അല്ലാഹു അല്ലാത്തവരോട് ദുആയിരക്കുന്നത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്കാണ്. ഔ, എന്ത് കടുപ്പാണത് എന്ന് ചിലർ അഭിപ്രായപ്പെടും. അത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. കറക്റ്റ് നിസ്കരിക്കുമ്പോൾ, ശരിക്കും നെഞ്ഞത്ത് തന്നെ കൈകെട്ടുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും കടുപ്പമല്ല. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ മതി എന്ന് പറയുമ്പോഴോ, കൈ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, നിസ്കരിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുമ്പോഴോ അവിടെയാണ് ജീർണത. അതിന് ആരും അവരെ ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ പറയാൻ. കൈ എവിടെ കിട്ടിയാൽ മതി എന്ന് പറയാൻ അല്ലാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. കൈ എവിടെ കെട്ടിയാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അത് പറയാനേ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളൂ. മിമ്പർ ഉണ്ടാക്കിയിട്ട് ആദ്യം ചെയ്ത പണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. മിമ്പർ അങ്ങോട്ടാണ്, ജനങ്ങൾക്ക് നേരെയാണ്. മെഹ്റാബ് കിബിലക്ക് നേരെയാണ്. നിസ്കാരം കിബിലക്ക് നേരെ മെഹ്റാബ് എന്നാണ്. മെഹ്റാബ് വേണമെന്നില്ല, ഒരു
മുന്നിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലം. മിഹ്റാബിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. മിമ്പർ അത് അത്യാവശ്യമാണ്. കാരണം ആൾക്കാരെല്ലാവരെയും കാണണം. കുറച്ച് ഉയരം വേണം, 3 പടി. ഒരു സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി കൽപ്പിച്ചു, മോനോട് ഒരു മിമ്പർ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ. അതുവരെ ഉണ്ടായിരുന്നത് ഒരു തൂണ് ആണ്, ഇമ്മ ചാരി നിന്നിട്ടാണ്. അവിടുന്ന് മിമ്പർമേക്ക് കയറിയപ്പോൾ ആ തൂണ് കരഞ്ഞു. തൂണ് കരയും, തൂണ് കരയും. അപ്പം തൊട്ടു അടങ്ങി. അത് മുഅ്ജിസത്താണ്. മനുഷ്യന്മാർക്ക് ആർക്കും കഴിയുന്ന കാര്യമല്ല അത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കഴിയുന്നതല്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. അങ്ങനെ മിമ്പർമ കയറിയിട്ട് ആദ്യം ചെയ്ത പണി നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം മുന്നിൽ ആണുങ്ങളും പിന്നിൽ കുട്ടികളും അതിൻ്റെ പിന്നിൽ സ്ത്രീകളും കണ്ടു. എന്നിട്ട് അവിടുന്ന് അരുളി സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുന്നു. അത് മതി. അതങ്ങനെ തന്നെ പകർത്തിയാൽ കടുപ്പം എന്ന് ആരെങ്കിലും പറയണ്ട. പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കണ്ട. അതാണ്. കുറച്ച് നീട്ടി നിസ്കരിക്കുമ്പോൾ ബേക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും അസറും ഒക്കെ എത്ര നീട്ടിയിട്ടാണെന്നറിയോ? മഗ്രിബ് സാധാരണ നമ്മുടെ നാട്ടിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാ എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ഡേറ്റ് ഏതാണ് എന്ന് പറയും? ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 അല്ലേ? അതിൻ്റെ 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച മഗ്രിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് സൂറത്ത് തൂറാണ്. 1.5 പേജ് മഗ്രിബിന്. അതും വയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ് ഏറൽ, എന്താണ് കുറയൽ, എവിടെയാണ് കടുപ്പം? പാറിപ്പറന്ന തലമുടിയുമായി വന്ന ഒരാളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അവനെ കണ്ടിട്ട് ചെകുത്താനെപ്പോലെ ഇരിക്കുന്നുണ്ട്. അന്ന് അങ്ങനെ ചീർപ്പൊന്നുമില്ല. യാത്ര കഴിഞ്ഞ് വന്നാൽ ആകെ പൊടിപാറി ജട പിടിച്ചൊക്കെയാകും. കഴിയുന്നത്ര ഒതുക്കാൻ കൽപ്പിച്ചു. എണ്ണയിട്ട് മുടി ചെയ്യാൻ കൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പറഞ്ഞതൊരു കടുപ്പമാണോ? ഔല. യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്, ഒതുടുക്കുകയാണ്, ധൃതി പിടിച്ച് ഒതുടുക്കുകയാണ്, നിസ്കരിക്കാൻ സമയം വൈകാൻ പോവുകയാണ്. അപ്പോൾ 1-2 ആളുകളുടെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം നനയാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. സാരല്ല, നമ്മളെ കുട്ടികളല്ലേ, യുദ്ധം കഴിഞ്ഞ് വരല്ലേ, കയ്യും കാലൊക്കെ മുറിവുണ്ടാവും, പരിക്കുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ, നിസ്കരിക്കട്ടെ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയത്. മറിച്ച് വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, നരകത്തിൽ മടമ്പിൻ കാലുകൾക്ക് നാശം. നാശമാണ്, നരകത്തിലാണ്, അതും മടമ്പും കാലാണ്. 1 അത് പറഞ്ഞു, 2 അത് അപ്പം തന്നെ പറഞ്ഞു. പിന്നെ ആക്കാം, പെട്ടെന്ന് പറയണ്ട. പെട്ടെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകും എന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നു. അങ്ങനെയല്ല. ഈ നിസ്കാരത്തിലാണ് കാല് ശരിയാകേണ്ടത്, നനയേണ്ടത്. അതാണ്. എന്താ ഓള് മക്കനിടാത്തത്? അത് പെട്ടെന്ന് ശരിയാവൂല. എന്തേ? പെട്ടെന്ന് മക്കനിടാൻ കഴിയില്ലേ? കഴിയും. പ്രയാസമുണ്ടോ? ഇല്ല. അപ്പോൾ തലവേദനിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ വേഷത്തിൽ എത്ര എണ്ണ ഉണ്ട്, അകത്ത് എത്ര വസ്ത്രങ്ങളുണ്ട്, എന്നിട്ട് ചൂടെടുക്കുന്നുണ്ടോ? തലവേദനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തലവേദനിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പിശാചിൻ്റെ പണിയാണ്. അന്നീ മസ്സനിയ ഷൈത്വാൻ
അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അസുഖത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടിമയായ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്നെ ചെകുത്താൻ പിടികൂടിയിരിക്കുന്നു എന്നാണ്. ചില സ്ത്രീകൾക്ക് തലവേദന ഉണ്ടാകുന്നുണ്ട്. തലവേദന വേറെ കാരണത്താൽ ഉണ്ടായാൽ എന്താ ചെയ്യൽ? പണിയെടുക്കുമ്പോൾ തലവേദന ഉണ്ടായി, അടുക്കളയിൽ ചൂടെടുത്തപ്പോൾ തലവേദന ഉണ്ടായി, പിന്നെ അടുക്കളയ്ക്ക് പോകാറക്കലല്ലോ. അല്ല, ഇത് നിർബന്ധമാണ്. മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറയുക നിർബന്ധമാണ്. എന്താ വാപ്പത്ര കടുപ്പം? ഇന്നൊരു ദിവസമല്ലേ, കല്യാണത്തിൻ്റെ ദിവസമല്ലേ, ഒന്ന് മക്കനെ ഒഴിവാക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ വാപ്പ പറയും, അത് വേണ്ട മോളെ, ഏറ്റവും നല്ല ദിവസമാണല്ലോ ഇന്ന്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസമാണല്ലോ ഇന്ന് മക്കനെ വിടുകയാണല്ലോ വേണ്ടത് എന്ന് പറയുമ്പോൾ ബാപ്പ ഒരു തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ആൾക്കാർ പറയും. വാപ്പ പറയേണ്ട ആവശ്യമില്ല, ഉമ്മ പറയണം. ഉമ്മ പറയേണ്ട ആവശ്യമില്ല, ഓളെന്നെ പറയണം, എനിക്ക് മക്കനെ വേണം, മക്കനല്ലാതെ ഞാൻ ഇറങ്ങൂല. ഇതാണ്. അപ്പം കടുപ്പം എന്നത് എന്താണ് എന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്താവും? പല കാര്യങ്ങളും അടിയിൽ പോകും, ചിലതൊക്കെ മോൾക്ക് പോവുകയും ചെയ്യും. ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം എവിടെയും ഒരു കുറവ് വരരുത്, നമ്മൾ സൂക്ഷിക്കണം. വിരുന്നുകാർ വരുന്നു, പട്ടിണിയാണ്, എന്നാലും വിരുന്നുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. എന്താ പറയുക? വാപ്പ കുറവൊന്നും വരരുത്. ഇന്നെന്ത് പറയും? കുറവൊന്നും വരരുത്. അതെങ്ങനെയാണ്? ഉള്ളതുപോലെ. ചുങ്കത്തറ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വരാറുണ്ടായിരുന്നു. അന്നാണ് പപ്പടം പൊരിക്കൽ. അല്ലാഹു അക്ബർ. അന്നാണ് ചായയിൽ മധുരടല്. അപ്പോൾ ആ വിരുന്നുകാരൻ വരാൻ കാത്തുക്കും ഞങ്ങൾ മക്കൾ. അള്ളാഹു ബാപ്പയെയും വിരുന്നുകാരെയും ഉമ്മയെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശപ്പിൻ്റെ കാലഘട്ടം. അപ്പോൾ കുറവൊന്നും വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതും വിരുന്നുകാർ ഓരോന്ന് പോകും. നമ്മുടെ മതം എന്നത് നമ്മുടെ പരലോകവുമായി നിരന്തരം ബന്ധപ്പെടുന്ന വിഷയമാണ്. പരലോകമാണ് മതത്തിൻ്റെ ആധാരം, അല്ലേ? അപ്പോൾ അവിടെ കുറവ് വരരുത്. അപ്പോൾ നമ്മൾ കടുപ്പം കൂട്ടൊന്നും വേണ്ട. ചില ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുപ്പിച്ച് പറയും. അതിൻ്റെ ആവശ്യമില്ല, ഉള്ളത് പറഞ്ഞാൽ മതി. ചിലർ നരകം മാത്രം പറയും. നരകം പറയണം, സ്വർഗം പറയണം. കാരണം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നത് ആ ആളാണ് വിജയിച്ചത്. കേട്ടോ? രണ്ടും വേണം. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ. ആ നരകത്തിൻ്റെ മുകളിലൂടെ പോകാത്ത ആരുമില്ല എന്ന് അള്ളാഹു അറിയുന്നു. അപ്പോൾ അത് നരകത്തെക്കുറിച്ച് പറയുന്നത് വേണം. പക്ഷേ സ്വർഗത്തെക്കുറിച്ചും പറയണം. ചില ആൾക്കാർ സ്വർഗം മാത്രം പറയും. അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയും, അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ച് പറയില്ല. ദൈവം സ്നേഹമാകുന്നു, സ്നേഹമാണ്, പക്ഷേ അള്ളാഹു കോപിക്കുന്നുണ്ട്. ആ കോപത്തിനിടയായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. ചുരുക്കത്തിൽ ഏറാതെയും കുറയാതെയും നമ്മൾ മുന്നോട്ട് പോകണം. അതിന് അഭിപ്രായങ്ങൾ ഒഴിവാക്കിയാൽ മതി. നമ്മൾ സ്വന്തം വകയായിട്ടൊന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ അള്ളാഹു റസൂലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ പൂർത്തീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറയുന്നുണ്ട്, ഞങ്ങൾ പിൻതലമുറക്ക് വേണ്ടി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേരള പിറവി ദിനമാണ്. അതിൻ്റേതായ ആഘോഷങ്ങളും മറ്റൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കും. ലോകത്തിൻ്റെ പല ഭാഗത്തും മലയാളി സമാജങ്ങളൊക്കെ നടക്കും. നമ്മളെ വിഷയം എന്താണ്? മലയാളം അറിയുന്ന എല്ലാവർക്കും തൗഹീദും സുന്നത്തും എത്തിച്ചു കൊടുക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിനെ ആരാധിക്കാൻ, മഹാന്മാരായ നബിമാരെ മുഴുവൻ അനുസരിക്കാൻ, അന്തിമ നബിയെ അനുസരിക്കാൻ, വിശുദ്ധ ഖുർആൻ ഒന്ന് പരിഭാഷ വായിച്ചു നോക്കാൻ എല്ലാവരോടും പറയുക, അള്ളാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. എല്ലാവർക്കും അള്ളാഹുവേ ഹിദായത്ത് നൽകണം. ആ ഹിദായത്തിൻ്റെ കാരണക്കാരാകാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് അവസരം തരണേ. അമിതമാകാത്ത, തീവ്രതയില്ലാത്ത, ജീർണതയില്ലാത്ത മധ്യമമായ സമുദായമായി അള്ളാഹുവേ ഞങ്ങളെ നിലനിർത്തണേ.
മനസ്സിൽ അല്ലാഹുവേ സമാധാനവും ശാന്തിയും നൽകുമാറാകണേ. എല്ലാ വിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. രോഗികളായി സദസ്സിലും വീടുകളിലുമുള്ളവർക്ക് ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.